എല്ലാവർക്കും നല്ല നമസ്കാരം. ജോജോ പി പിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജോജോ പി പി ഒരു വാർത്താ കട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു വാർത്താ കട്ടിങ്. നമ്മുടെ എറണാകുളത്ത് തിരുവാങ്കുളത്ത് അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഞെട്ടിക്കുന്ന വിവരമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരിക്കുന്നത്. സ്വന്തം പിതാവിൻ്റെ സഹോദരൻ തന്നെ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു. ആ 4 വയസ്സുകാരി മരിക്കുന്നതിൻ്റെ തലേന്ന് പോലും അതിക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. സംപ്രേഷണം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കുറ്റങ്ങളാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ലജ്ജാവഹം. ഒരിക്കൽ ഈ അമ്മയുടെ ഹസ്ബൻഡ്, അതായത് ഈ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കൂട്ടുകിടക്കാനായിട്ട് വിളിച്ചതാണ്. അതായത് ഒരു തുണയായിട്ട് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അത് മുതലെടുത്ത് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുമായിരുന്നു. പിന്നീട് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ടാണ് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് ആ പ്രതി തന്നെ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് ലജ്ജാവഹമല്ലേ, എന്ത് ലജ്ജാവഹം. ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സ്വന്തം പിതാവിൻ്റെ സഹോദരൻ, സ്വന്തം മകളെപ്പോലെ കാണേണ്ടവൻ കൊച്ചിനെ പിച്ച് ചീന്തിയിരിക്കുന്നു. ഈ വിവരം പുറലോകം അറിഞ്ഞത് ഈ അമ്മയോട് തന്നെ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ കുട്ടി ഈ വിവരം സ്വന്തം മാതാവിനോട് പറഞ്ഞ്, ഈ പുള്ളിക്കാരൻ എങ്ങനെ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, എന്നെ വേണ്ടാത്തടത്തൊക്കെ തൊടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതറിഞ്ഞ അമ്മ ദേഷ്യത്തോടു കൂടി മറ്റേ അച്ഛൻ്റെ അനിയനെ പോയി തല്ലുക ചെയ്തതെന്ന് പ്രതി തന്നെ മൊഴി തന്നു. പോലീസിനോട് പ്രതി തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതറിഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി വന്ന് തല്ലിയിട്ടുണ്ട്. ഇതെല്ലാം പ്രതിയാണ് മൊഴി തരുന്നത്, മറ്റാരുമല്ല. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞത് ഈ അച്ഛൻ്റെ അനിയനാണ്. എന്തൊരു അഭിനയമായിരുന്നു എന്ന് ആ സോഷ്യൽ മീഡിയയും പല മാധ്യമങ്ങളുടെ വാർത്ത എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്തൊരു അഭിനയമായിരുന്നു. പൊട്ടിക്കരയുമായിരുന്നു ആ പുള്ളിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മാനസിക നില തെറ്റിക്കാണും, അങ്ങനെ തന്നെ പറയാം. ആരോട് പറയാൻ? അമ്മയ്ക്ക് പോലും ആ വീട്ടിലൊരു തുണയില്ലാത്ത രീതിയിൽ ഭർത്താവ് കള്ളു കുടിച്ച് വന്ന് ഡെയിലി വഴക്കുണ്ടാക്കുന്ന ഒരാൾ. ആ അമ്മയ്ക്ക് ആരോടും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അമ്മ ശരിക്കും സമനില തെറ്റിയിട്ടായിരിക്കും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയത്. ആ 4 വയസ്സുകാരിയെ ചാലക്കുടി പുഴയിലേക്ക് എടുത്തെറിഞ്ഞ് കൊന്നത്. ചെയ്ത തെറ്റിന് ഒരിക്കലും ജോജോ പി പിയുടെ ഈ ചാനൽ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇത് ഇനിയും അന്വേഷിക്കണം. ഇനി ഒരു കുട്ടിയും കൂടി ആ കുടുംബത്തുണ്ട്. ആ കുട്ടിയെ നിയമപരമായിട്ടുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കണം. അത് തന്നെ പറയാനുള്ള. ആ കുട്ടിക്കും പറയാനുണ്ട് ചില ഇരുളടഞ്ഞ രഹസ്യങ്ങൾ. കാണും, ഉറപ്പായിട്ടും കാണും. അന്വേഷണം നിർത്തരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അന്വേഷണം ഇനിയും മുന്നോട്ട് പോകണം. ആ കുട്ടിയെയും കൂടി കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ചില സത്യങ്ങൾ തെളിഞ്ഞെന്നും വരാം, ചിലപ്പോൾ തെളിഞ്ഞില്ല എന്നും വരാം. പക്ഷേ ആ കുഞ്ഞിനെയും കൂടി കൗൺസിലിങ്ങിന് കൊണ്ടുവരേണ്ട കാര്യം അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഇപ്പം തന്നെ താളം തെറ്റിയിരിക്കുമായിരിക്കും. അപ്പോൾ ഒരു കൗൺസിലിംഗ് ആവശ്യം. പക്ഷേ നമ്മൾ ഞെട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തം അച്ഛൻ്റെ സഹോദരൻ തന്നെയാണ് ആ കുട്ടീനെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും ജനങ്ങളറിയില്ല. ആ കുടുംബത്ത് ഇങ്ങനെ ഒരു ഇത്തിൽക്കണ്ണി വളർന്നു വരുന്നത് പോലും അറിയത്തില്ല. ശരിക്കും സത്യമാണ്.